സ്ത്രീകളുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ, മാന്യമായി ജീവിക്കാനുള്ള, ആരോഗ്യപരമായി ജീവിക്കാനുള്ള, സാംസ്കാരികമായി ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? ഒരാളെ തല്ലുന്നു, കൊല്ലുന്നു, ശേഷം പിന്നെന്തിനാ നിയമ സംവിധാനം, ക്രമ സംവിധാനം? അപ്പോ ഈ നിയമ സംവിധാനത്തെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് അത് നല്ല വെള്ളമായി, ആ മത്സ്യത്തിന് കുഴപ്പമില്ലാത്ത വെള്ളം മാത്രം പുറത്തേക്ക്. VTP നട്ട് പോയി, ബോൾട്ട് പോയി. 24 മണിക്കൂർ VTP പ്രവർത്തിക്കണം. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയുമില്ല. ഇല്ലാതെ അനുമതി കൊടുക്കാനുള്ള സ്ഥാപനമല്ല. ഇവിടെ പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല, തെറ്റായ സർവേ നമ്പറിൽ നിലവിലുള്ള ഒരു കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുക. നമ്മുടെ ഗ്രാമങ്ങളിൽ പെയ്യുന്ന ശുദ്ധമായ മഴയിൽ ഓടിക്കളിച്ചുകൊണ്ട് നടന്നിരുന്ന നമ്മുടെ ബാല്യകൗമാ. ബഹുമാന്യനായ നമ്മുടെ മുഖ്യ അതിഥി, കേരളമാകെ ആളുകൾ ശ്രദ്ധിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനും NIPM-ന്റെ ദേശീയ നേതാവുമായ ഈ ഫാക്ടറി വളയാൻ ഈ നാട്ടുകാർ തയ്യാറാകുന്നത് അനിഷ്ടം കാണിച്ചതുകൊണ്ടാണ്. പണ്ട് കുമാരനാശാൻ പാടി, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റിടും അതുക്കളെ തന്നെയും. അതെ, ഈ ഫാക്ടറി ഇനി അടച്ചുപൂട്ടാൻ ഇതിന്റെ ഉടമസ്ഥർ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ഈ നാട് ഏറ്റെടുത്ത് ജനങ്ങൾ തീരുമാനിച്ച് അത് അടച്ചു പൂട്ടിക്കും. അഭിഭാഷകരുണ്ട്, അധ്യാപകരുണ്ട്, സർക്കാർ ജീവനക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, കുട്ടികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. നമുക്കൊക്കെ എന്നും ഭക്ഷണം വിളമ്പിത്തരുന്ന വീട്ടമ്മമാരിതാ നിൽക്കുന്നു. ഇവരെയൊക്കെയാണോ കൂലിക്കെടുക്കുന്നത്? നിങ്ങൾക്ക് തെറ്റി. നമ്മളുടെ പ്ലേ കാർഡുകൾ നമ്മൾ ഉയർത്തിപ്പിത്തരവ് നമ്മൾ അവിടെ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ സ്ഥാപിക്കും. ആ ഉത്തരവ് പാലിക്കാൻ ഇടയ്ക്ക് ഭയങ്കര മണം വന്നായിരുന്നു. അന്നേരം ചങ്കിങ്ങനെ പിടയ്ക്കും മാതിരി. എന്നാലും ഞാൻ അവിടെ കൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്തേ. ഇതിനെ പോണ്ടി ഇവർക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ട് നിർത്താറായില്ലേ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ കരയുമായിരുന്നു അവിടെ വന്ന്. ഇതാണ് ഇവരുടെ അനുഭവം. സ്ഥിരം ഇത് അനാച്ഛാദനം ചെയ്യുന്നതിന് ഈ ശാരദനെ തന്നെ ക്ഷണിക്കുന്നു. ഇതൊന്നും ഇത് ലൈൻ ഫോം ആയതിനു ശേഷം മാത്രം അറിയിപ്പുണ്ടാവും. അതിനുശേഷം മാത്രമാണ് നിൽക്കണം. സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മമാരും അപ്പച്ചന്മാരും സഹോദരന്മാരുമെല്ലാം അണിനിരക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തുന്ന മാർച്ച്, നാട്ടിലേക്ക് വിഷപ്പുക തുപ്പുന്ന, നാടിനെ മലീമസമാക്കുന്ന, നീരാക്കല്ലാറ്റെ മുച്ചൂടും മുടിച്ചൊരു നാടിനെ കുളം തോണ്ടുന്ന നീരാക്കല്ലാറ്റക്സ് ഫാക്ടറി അടിയന്തരമായി അടച്ചുപൂട്ടുവാക്കല്ലാറ്റക്സ് ഫാക്ടറി നാട്ടുകാർ വളയുന്നു. മുന്നോടിയായി പടകൂറ്റൻ പ്രതിഷേധ മാർച്ച് നടന്നു വരികയാണ്. മൺമറഞ്ഞ മഹാരഥന്മാർ യുനിക്കുന്ന സ്മരണകൾക്ക് മുന്നിലാണ് സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മമാരും അപ്പച്ചന്മാരും സഹോദരന്മാരുമെല്ലാം അണിനിരക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തുന്ന മാർച്ച്, നാട്ടിലേക്ക് വിഷപ്പുക തുപ്പുന്ന, നാടിനെ മലീമസമാക്കുന്ന, നീരാക്കല്ലാത്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അമ്മമാരും അപ്പച്ചന്മാരും സഹോദരന്മാരുമെല്ലാം അണിനിരക്കുന്ന പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തുന്ന മാർച്ച്, നാട്ടിലേക്ക് വിഷപ്പുക തുപ്പുന്ന,
നാടിനെ മലിനീവസമാക്കുന്ന നീതിക്ക് വേണ്ടിയുള്ള ധർമ്മ സമരമാണിത്. നീരാക്കൽ ലാറ്റക്സ് ഫാക്ടറിയുടെ അച്ചാരം വാങ്ങി അമേദ്യം ഭക്ഷിച്ച ഞങ്ങൾക്ക് വേണ്ട. അടച്ചുപൂട്ടു അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അടച്ചു ഞങ്ങൾ പൂട്ടിക്കും. ഞങ്ങൾക്ക് വേണം ശുദ്ധവായു. ഞങ്ങൾക്ക് വേണം കുടിവെള്ളം. കൊലയാളി കമ്പനി അടച്ചുപൂട്ടു. അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ശേഷിയില്ലെങ്കിൽ ആ കുടിവെള്ളം കുടിച്ച് ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും ഈ കമ്പനി പൂട്ടാതെ ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി അഡ്വക്കേറ്റ് അശ്വതി റോയിയെ ക്ഷണിക്കുന്നു. മനുഷ്യനായി ജീവിക്കാൻ പറ്റണം. ഒരു മൃഗത്തിന്റെ ജീവിതമല്ല നമുക്ക് വേണ്ടത്. തൊഴുത്തിൽ കിട്ടുന്ന പശുവിനെ പോലെയോ തൊടലിലിടുന്ന ഒരു പട്ടിയെ പോലെയോ അല്ല, ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന 21ാം ആർട്ടിക്കിൾ പ്രകാരം നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം തരുന്നുണ്ട്. ജീവിക്കാനുള്ള അവകാശത്തിൽ വ്യക്തമായി പല കോടതി വിധികളോടെ സുപ്രീം കോടതി എഴുതി ചേർത്ത ചില ഘടനകളുണ്ട്. കുടിവെള്ളത്തിനുള്ള അവകാശം, മലിനമല്ലാത്ത ജലസ്രോതസ്സുകൾക്കുള്ള അവകാശം, ശുദ്ധവായു ശ്വസിക്കാനുള്ള ഫാക്ടറി ഒരു നീരാളിപ്പിടുത്തം ഈ പറമ്പത്ത് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ഇവിടെ ഇനി മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ സൂചിപ്പിച്ചു, ഇവിടുത്തെ വെള്ളത്തിന്റെ pH പ്രധാന പ്രശ്നമാണ്. വെള്ളത്തിന്റെ pH പ്രകൃതി ചികിത്സാ വിദഗ്ധരൊക്കെ പറയുന്നത് ഇത് മനസ്സിലാക്കി അദ്ദേഹം ഇവിടെ താമസിക്കുന്നില്ലെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇവിടെ താമസിക്കുന്നില്ല എന്നതിൽ നിന്ന് തന്നെ ഇവിടെ മലിനീകരണം ഉണ്ട് എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു തെളിവാണ്. അപ്പൊ ഇത്തരത്തിൽ അതുകൊണ്ട് ഈ സമരം എന്ന് പറയുന്നത് അതിജീവനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഈ സമരത്തെ ഞാൻ രണ്ട് തലങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. ഈ അതിജീവന സമരത്തിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെതാണെങ്കിൽ മറ്റൊന്ന് അത് ജനാധികാരത്തിൻ്റെതാണ്. ഈ സമരം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നതും ഇന്ത്യയിലെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതും. കാരണം ഈ സമരങ്ങളിലൂടെയാണ് ഭരണകൂടത്തിന് താക്കീത് നൽകുന്നതും മുത്തയ്ക്കെതിരെയുള്ള അല്ലെ ഈ നീരാക്കൽ ഫാക്ടറിക്കെതിരെയുള്ള പറമ്പത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അല്പനേരമെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ 20,000 ലിറ്റർ ക്ലീൻ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന മലിനമുണ്ടാകുന്ന ഈ വെള്ളം ഇത് ട്രീറ്റ് ചെയ്യുവാൻ വളരെ വിലപ്പെട്ട അല്ലെങ്കിൽ വളരെ വില കൂടിയ പ്ലാന്റ് വേണം, ട്രീറ്റഡ് പ്ലാന്റ്. ഇത് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. 90 കോടി രൂപയാണ് ഈ ട്രീറ്റഡ് പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കുവാൻ. ഈ 90 കോടി രൂപ അദ്ദേഹം ഇവിടെ ഈ പ്ലാന്റ് സ്ഥാപിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അവിടെയൊക്കെ നമ്മൾ കിമ്പളം കൊടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഒരു ജനകീയ സമരം വന്നിരിക്കുന്നത്. ഇവിടെ ഈ ട്രീറ്റഡ് പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം ഈ കാഞ്ഞിരപ്പള്ളിയില് ഈ ട്രീറ്റഡ് പ്ലാന്റില് അവർ ട്രീറ്റ് ചെയ്തിട്ട് ആ വെള്ളം ശുദ്ധമാക്കി അവരുടെ സ്ഥലത്ത് തന്നെ അവർ ഭൂമിയിൽ ഇറക്കുകയാണ്. അതാണ് ഇവിടെ വേണ്ടിയത്. പക്ഷെ ഇവർ ചെയ്യുന്നത് അമോണിയ അടങ്ങിയ ആ ലാറ്റക്സ് ആണ് ഈ ഭൂമിയിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന എഫക്ട് ഈ അമോണിയ എന്ന് പറയുന്ന ലിക്വിഡ് ഈ ഭൂമിയിൽ ഇറങ്ങി നമ്മുടെ ഓരോരുത്തരുടെയും ജലസ്രോതസ്സുകളിൽ ഇറങ്ങിയാണ് ഈ നമ്മുടെ കിണറുകളെല്ലാം പൊല്യൂട്ടഡായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എത്രമാത്രം വലുതാണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം.